സ്ത്രീകൾക്ക് ഇത്രയും ടൈം എടുക്കുമെന്ന് പറഞ്ഞല്ലോ. ചില സ്ത്രീകൾക്ക് കൈവശം തന്നെ അപ്പം തന്നെ ആയി പോവും എന്ന് കംപ്ലൈൻറ്റ് പറയുന്ന സ്ത്രീകളുണ്ട്, അധികം ടൈം കിട്ടുന്നില്ല എന്ന്. അത് പ്രത്യേകിച്ചും ഈ PCOS എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം. അവർക്ക് ടെസ്റ്റോസ്റ്ററോൺ കൂടെ അങ്ങനെയല്ല ഒരു ചെറിയ വിഭാഗം പറയുന്നുണ്ട്. അതിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടാണ് ഇത് ഓർഗാസമാണെന്ന്. പലപ്പോഴും അത് ഓർഗാസമല്ല, എന്തൊക്കെയോ സെൻസേഷൻ കിട്ടുമ്പോൾ അത് തീർന്നു പോയെന്ന് അവർ വിചാരിക്കുന്ന ഒരു ഫിനോമിനൻ കൂടെയുണ്ട്. വേറൊരു കാര്യം കൂടെ ഓർഗാസത്തിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ന്യൂറോളജിക്കൽ റെസ്പോൺസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ക്ലിറ്ററൽ സ്റ്റിമുലേഷൻ ഉണ്ടെങ്കിലും മൾട്ടിപ്പിൾ ന്യൂറോളജിക്കൽ സ്റ്റിമുലസ്, അതായത് ബോഡിയുടെ പല പാർട്ട് സൈമൾട്ടേനിയസ്ലി സ്റ്റിമുലേറ്റ് ചെയ്താൽ ഓർഗാസത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കൂടുതൽ നെർവ് എൻഡിങ്സ് ഉള്ളത് ക്ലിറ്റോറിസ് കഴിഞ്ഞാൽ പിന്നെ നിപ്പിൾസ് ആണ്, പിന്നെ ലിപ്സ് ആണ്. അങ്ങനെ മൾട്ടിപ്പിൾ ബോഡി പാർട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഗാസത്തിൻ്റെ സ്ട്രെങ്ത് കൂടും.